ഹലോ, ഇന്ന് നമുക്ക് കുറേ മിക്സ്ഡ് വെജിറ്റബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നന്നായിട്ടെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കാം. അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിയൽ നല്ല പാകത്തിന് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് തന്നെ ആവി വരുമ്പോൾ ഒരു ചെറിയ വെള്ളം ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറി ഉടയാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം കുക്കാവാനും പാടില്ല. ഒത്തിരി കുക്കായി കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് പോവും. പച്ചക്കറി എപ്പോഴും ഒരു ഹാഫ് കുക്ക്ഡാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നിലനിർത്താനും എല്ലാത്തിനും അതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പേസ്റ്റ് ചെയ്ത് നമുക്ക് ഈ അവിയൽ കഷ്ണത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അരച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് തൈരും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടാനും ചെറിയൊരു പുളിപ്പും. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആ തേങ്ങയും തൈരും എല്ലാം ഒന്ന് പച്ചക്കറി ഉടയാണ്ട് പതുക്കെ ഒന്ന് എല്ലാ സൈഡിൽ നിന്നും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി നേരം കൂടി അത് നമുക്കൊന്നും കൂടി വേവാൻ വയ്ക്കാം. നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പാകത്തിനായിട്ടുണ്ട്. കണ്ടോ, എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് അവിയൽ കഷ്ണമായിട്ടുണ്ട്. തേങ്ങയും എല്ലാം കൂടി ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു ചെറിയ ടീസ്പൂണിൽ ഇച്ചിരി വെളിച്ചെണ്ണ മീതയിൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് കുറച്ച് എക്സ്ട്രാ കറിവേപ്പിലയും കൂടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല റെസിപ്പിയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പുറത്ത് നല്ല മഴയാട്ടോ. മഴക്കാലം ആയതുകൊണ്ട് രാവിലെ തൊട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.